ഹസ്തിനപുരിയിൽ കൗരവന്മാരെയും പാണ്ഡവന്മാരെയും ദ്രോണാചാര്യർ ആയുധവിദ്യ പഠിപ്പിക്കുന്ന കാലം. അവരോടൊപ്പം അസ്ത്രവിദ്യ പഠിക്കാൻ കുതിച്ച് സൂതപുത്രനായ കർണനും ദ്രോണരുടെ ശിഷ്യനായി ചേർന്നു. എല്ലാ കാര്യങ്ങളിലും കർണൻ അർജുനനോടൊപ്പമായിരുന്നു. അർജുനനോട് കൂടുതൽ വാത്സല്യമുള്ള ദ്രോണർ അവന് ബ്രഹ്മാസ്ത്രം ഉപദേശിച്ചു കൊടുത്തു. അപ്പോൾ കർണൻ തനിക്കും ബ്രഹ്മാസ്ത്രവിദ്യ ഉപദേശിച്ചു തരണമെന്ന് അപേക്ഷിച്ചു. പക്ഷേ ദ്രോണർ പറഞ്ഞു, ഞാൻ ക്ഷത്രിയന്മാർക്കും ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർക്കും മാത്രമേ ബ്രഹ്മാസ്ത്രവിദ്യ പഠിപ്പിക്കുകയുള്ളൂ. നിരാശനാകാതെ കർണൻ ആ അത്യപൂർവ വിദ്യ പഠിക്കാൻ ഒരു വഴി കണ്ടുപിടിച്ചു. മഹേന്ദ്രഗിരിയിൽ താമസിക്കുന്ന പരശുരാമൻ ബ്രാഹ്മണ ബാലന്മാരെ ആയുധവിദ്യ ശീലിപ്പിക്കുന്നുണ്ടെന്ന് കർണൻ അറിഞ്ഞു. വൈകാതെ കർണൻ ഒരു ബ്രാഹ്മണ ബാലന്റെ വേഷത്തിൽ ശ്രീ പരശുരാമനെ ചെന്ന് കണ്ടു. താൻ പരശുരാമന്റെ സ്വന്തം കുലമായ ഭൃഗുവംശത്തിൽ ജനിച്ച ബ്രാഹ്മണ ബാലനാണെന്നും തന്നെയും അസ്ത്രാഭ്യാസം ചെയ്യിക്കണമെന്നും അപേക്ഷിച്ചു. ഒറ്റ നോട്ടത്തിൽ തന്നെ കർണനെ ശ്രീ പരശുരാമൻ ഇഷ്ടമായി. അദ്ദേഹം അതുവരെ മറ്റാർക്കും പറഞ്ഞു കൊടുക്കാതിരുന്ന പല വിദ്യകളും കർണനെ പഠിപ്പിച്ചു. ഒരു ദിവസം ആശ്രമത്തിനടുത്ത് വില്ലുമമ്പുമെടുത്ത് തന്നെത്താൻ പരിശീലിച്ചു കൊണ്ടിരുന്ന കർണൻ മാനാണെന്ന് കരുതി ഒരു മഹർഷിയുടെ പശുവിനെ അമ്പെയ്തു കൊന്നു. അതറിഞ്ഞ മഹർഷി കർണനെ ശപിച്ചു. നീ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ശത്രുവിനോട് പോരിന് നിൽക്കുമ്പോൾ നിന്റെ തേർചക്രങ്ങൾ ഭൂമിയിൽ താണുപോകും. ആ സമയത്ത് ശത്രു നിന്നെ കൊന്നുകളയുകയും ചെയ്യും. കർണൻ ശാപമോക്ഷത്തിന് യാചിച്ചുവെങ്കിലും മഹർഷി കനിഞ്ഞില്ല. പക്ഷേ പരശുരാമൻ അതൊന്നും അറിഞ്ഞില്ല. മിടുക്കനായ ശിഷ്യനോട് വാത്സല്യം തോന്നിയ അദ്ദേഹം കർണന് ബ്രഹ്മാസ്ത്രവിദ്യ ഉപദേശിച്ചു. ഒരു ദിവസം ശ്രീ പരശുരാമൻ കർണൻ്റെ മടിയിൽ തലവെച്ച് ഉറങ്ങുകയായിരുന്നു. ആ സമയത്തൊരു വലിയ വണ്ട് എവിടെ നിന്നോ പറന്നെത്തി കർണൻ്റെ തുട തൻ്റെ കൂർത്ത കൊമ്പുകൾ കൊണ്ട് തുളയ്ക്കാൻ തുടങ്ങി. സഹിക്കാൻ വയ്യാത്ത വേദനയുണ്ടായെങ്കിലും ഗുരുവിൻ്റെ ഉറക്കത്തിന് തടസ്സം വരരുതെന്ന് കരുതി കർണൻ വേദന സഹിച്ചുകൊണ്ടിരുന്നു. വണ്ട് തുളച്ചു കയറിയപ്പോൾ കർണൻ്റെ തുടയിലെ മുറിവിൽ നിന്ന് ചോര ഒഴുകി പരശുരാമൻ്റെ ദേഹം നനഞ്ഞു. അദ്ദേഹം ഉണർന്നു. എന്തുപറ്റി ഭാർഗവകുമാര? പരശുരാമൻ ചോദിച്ചു. കർണൻ വണ്ടിനെ കാണിച്ചു കൊടുത്തു. പരശുരാമൻ നോക്കിയ ഉടൻ വണ്ട് ചത്തുവീണ് രാക്ഷസന്റെ രൂപമെടുത്തു. ദംശൻ എന്ന രാക്ഷസനായിരുന്നവൻ. പണ്ട് ഭൃഗമുനിയുടെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച അവൻ മുനിശാപം മൂലം വണ്ടായി തീർന്നതായിരുന്നു. ദംശൻ പോയ ഉടൻ പരശുരാമൻ കർണനോട് ചോദിച്ചു, യഥാർത്ഥത്തിൽ നീ ആരാണ്? ഇത്ര കടുത്ത വേദന സഹിക്കാനുള്ള കഴിവ് ബ്രാഹ്മണന്മാർക്കില്ല. ക്ഷത്രിയർക്കേ അത് സാധ്യമാകൂ. സത്യം പറയൂ. കർണൻ പരശുരാമൻ്റെ കാൽക്കൽ വീണു. സൂതനായ അതിരഥൻ്റെയും രാധയുടെയും മകനായ കർണനാണ് ഞാൻ. ബ്രഹ്മാസ്ത്ര വിദ്യ അഭ്യസിക്കാനാണ് ഞാൻ കളവ് പറഞ്ഞ് അങ്ങയുടെ ശിഷ്യനായത്. എന്നോട് ക്ഷമിക്കണം. പരശുരാമൻ കോപം സഹിക്കാനാവാതെ കർണനെ ശപിച്ചു. വഞ്ചക, നിന്റെ ശത്രുവിനോട് പോരിന് നിൽക്കുമ്പോൾ നിനക്കു ഞാൻ പഠിപ്പിച്ച ആയുധവിദ്യകളൊന്നും ഓർമ്മ വരാതാകട്ടെ. കുറ്റബോധത്തോടെ തലവണിച്ചിരുന്ന കർണനോട് സഹതാപം തോന്നി പരശുരാമൻ ഇങ്ങനെയും പറഞ്ഞു, നിന്നെപ്പോലെ വീരനും യോഗ്യനുമായി മറ്റൊരു ക്ഷത്രിയനുണ്ടാവില്ലെന്ന് ഗുരുവെന്ന നിലയ്ക്ക് ഞാൻ അനുഗ്രഹിക്കുന്നു. പരശുരാമൻ്റെ ശാപവും അനുഗ്രഹവും വാങ്ങി സന്തോഷമില്ലാതെ കർണൻ ഹസ്തിനപുരിയിൽ തിരിച്ചെത്തി. പിന്നീട് കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനനോട് പോരാടുന്ന നേരത്ത് മഹർഷിയുടെയും പരശുരാമൻ്റെയും ശാപങ്ങൾ ഫലിക്കുകയും ചെയ്തു.